ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ കാത്തിരിക്കാം മൂർത്തി, ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടി. എല്ലാം മാഡം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ സംഭവിക്കും. മാഡത്തിന് സന്തോഷമുള്ള ആ വാർത്ത ഉടനെത്തും. ശരി മാഡം. ശിശിരേ, നീ എവിടെ എന്തെടുക്ക? ഓ, ഈ അമ്മ. ശിശിരേ, ശിശിരേ, ഇതെന്താ കഥ? ഇത്രയ്ക്ക് രാവിലെ നീ ഒരുങ്ങി എങ്ങോട്ടാ പോന്നെ? ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകുന്ന കാര്യം ഞാൻ ഇന്നലെ അമ്മയോട് പറഞ്ഞതല്ലേ? എപ്പ പറഞ്ഞു? ഞാൻ ഓർക്കുന്നില്ലല്ലോ. ദേ, ഓർക്കുന്നില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞല്ലോ, അത് കേട്ടാ മതി. എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് അമ്പലം വരെ പോണം. അതെന്തിനാ നീ ഒറ്റയ്ക്ക് പോന്നേ? അതെന്താ, എനിക്ക് ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോയാൽ പറ്റില്ലേ? എനിക്കൊന്ന് അമ്പലത്തിൽ പോണം. നീ ഒരു 5 മിനിറ്റ് നിൽക്കേ, ഞാനും കൂടി വരാം. പറ്റില്ല, അതിനൊന്നും ഇപ്പൊ സമയമില്ല. അത് മാത്രമല്ല, അമ്മ പോകുന്ന അമ്പലത്തിലേക്കൊന്നുമല്ല ഞാൻ പോകുന്നത്. അതിന് നീ ഏതമ്പലത്തിലാ പോന്നേ? ദേ, എനിക്ക് അമ്മയോട് തർക്കിച്ച് നിൽക്കാനൊന്നും സമയമില്ല, ഞാൻ പോവാ. ശിശിരേ, എന്നും അങ്ങനെയല്ലല്ലോ. അമ്പലത്തിൽ ഞാനും കൂടി വരണമെന്ന് നീ നിർബന്ധിക്കാറല്ലേ പതിവ്? ആ, ഇന്ന് ആ പതിവ് വേണ്ടാന്ന് വെച്ചു. ഞാൻ ഒറ്റയ്ക്കേ പോകുന്നുള്ളൂ. ഇന്ന് മാത്രം എന്താ ഒരു പുതിയ പതിവ്? അമ്മ എന്തിനാ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വരുന്നേ? ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല. ഒറ്റയ്ക്ക് പോകാനും വരാനും ഒക്കെ എനിക്കറിയാം. ഞാൻ ഇറങ്ങാം. ശിശിരേ, നിക്ക് മോളെ, നിക്ക്, ഞാനൊന്ന് പറയട്ടെ. എനിക്കൊന്നും പറയാനുമില്ല, കേൾക്കാനുമില്ല. അമ്മയ്ക്ക് അമ്പലത്തിൽ പോണെങ്കിൽ അമ്മയ്ക്ക് പോവാം, എന്നെ നോക്കണ്ട. ഇവിടുത്തെ എന്തിനുള്ള പുറപ്പാടാ? ഇത് വേറൊന്നുമല്ല, ആ രാജീവിനെ കാണാൻ വേണ്ടി തന്നെ പോകുന്നതായിരിക്കും. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. തിരിച്ചിങ് വരട്ടെ. എന്റെ ഭഗവാനെ, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന എന്നെ നീ ഇവിടം വരെ എത്തിച്ചതിന് എങ്ങനെയാ നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. അയ്യോ അയ്യോ, തീ! അയ്യോ ചേച്ചി, ചേച്ചി, തീ! അയ്യോ അയ്യോ, വേഗം എടുത്ത്. എന്താ, എന്തു പറ്റി? ഈ ചേച്ചിയുടെ സാരിക്ക് തീ പിടിച്ചു. ഭാഗ്യം, വേറൊന്നും പറ്റിയില്ലല്ലോ. ഇതെന്തോ ദുശകനോ? ഇല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിനകത്ത് വെച്ച് ഇങ്ങനെ തീ പിടിക്കോ? ഇതെന്തോ ആപത്ത് വരാനിരിക്കുന്നെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. ഏതോ ഒരു ആപത്ത് ഒഴിഞ്ഞുപോയി എന്ന് കരുതിയാ മതി. നിങ്ങൾ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ. വാ ചേച്ചി. എന്താ തിരുമേനി ഇതൊക്കെ? ആ, മനുഷ്യരങ്ങനെ പലതും പറയും. അതൊന്നും കാര്യാക്കണ്ട. എന്തെങ്കിലും ഒരു ആപത്ത് ഭഗവാൻ മുൻകൂട്ടി കാണിച്ചു തന്നു എന്ന് വിചാരിച്ചാ മതി. നടക്കൽ തൊഴുത് പ്രാർത്ഥിച്ചോളൂ, എല്ലാം നേരെയാവും. എന്റെ ഭഗവാനെ, ഒരാപത്തും വരുത്തരുതേ.
ഞാൻ മൂർത്തിയുടെ കോള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. മാഡം പ്രതീക്ഷിക്കുന്നതെല്ലാം അതുപോലെ തന്നെ സംഭവിക്കും. ഇന്നലെ രാത്രി അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു കഴിഞ്ഞു. കൊള്ളാം, മൂർത്തിയുടെ പ്ലാൻ ഗംഭീരായി. ആർക്കും സംശയമൊന്നും തോന്നിയിട്ടില്ലല്ലോ? ഏയ് ഇല്ല മാഡം. അടുക്കളയിൽ നിന്ന് അവരെയെല്ലാം ആ സമയത്ത് മാറ്റാനുള്ള തന്ത്രം ഞങ്ങളുണ്ടാക്കി. എന്നിട്ടാണ് നമ്മുടെ ആളുകൾ അകത്ത് കയറി വിഷം കലക്കിയത്. എന്നിട്ട് ഇതുവരെ എന്തെങ്കിലും സംഭവിച്ചോ? നമ്മുടെ ആളുകൾ ആ പരിസരത്ത് തന്നെയുണ്ട്. അവിടെ എന്ത് സംഭവിച്ചാലും അപ്പോൾ തന്നെ അവർ നമ്മളെ വിവരം അറിയിക്കും. ആഹാരം കഴിക്കാൻ അവിടേക്ക് ആളുകൾ വന്നു തുടങ്ങിയിട്ടില്ല. ആ തള്ളയുടെ പഴങ്കഞ്ഞിക്കടയിലെ അവസാനത്തെ കച്ചവടമായത്. അവന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീർപ്പുണ്ടാക്കണം. അതിന് വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് മാഡം. അവൻ ഒറ്റൊരുത്തൻ. അവനെ എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നേ. എന്റെ കുഞ്ഞിനെ മുന്നിൽ നിർത്തി അവൻ എന്നോട് വൈരാഗ്യം തീർക്കുക. മാഡം ധൈര്യമായിട്ടിരിക്കെ. അവനെ ഇന്ന് തന്നെ തീർത്തു കെട്ടാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ഏത് നിമിഷവും ഒരു ശുഭവാർത്ത പ്രതീക്ഷിക്കാലോ അല്ലേ? അതെ മാഡം. സംഭവങ്ങൾക്കൊക്കെ ഇപ്പൊ ഒരു പിരിമുറുക്കം വന്നിട്ടുണ്ട്. എന്റെ മോളെ ഉപയോഗിച്ച് എന്റെ അടുത്ത് പ്രതികാരം തീർക്കാൻ ഇറങ്ങി തിരിച്ചാ സംഭവിക്കുന്നത് എന്താണെന്ന് ഇതോടെ അവര് മനസ്സിലാക്കണം. ഞാൻ കാത്തിരിക്കാം മൂർത്തി, ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടി. എല്ലാം മാഡം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ സംഭവിക്കും. മാഡത്തിന് സന്തോഷമുള്ള ആ വാർത്ത ഉടനെത്തും. ശരി മാഡം. അവരോടുള്ള യുദ്ധം ഞാനൊരു പരിധി വരെ അവസാനിപ്പിച്ചതായിരുന്നു. പക്ഷെ എന്റെ മോള്, അവളെ എനിക്കെല്ലാം. അവളെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നവരൊക്കെ അതിന്റെ ശിക്ഷ അനുഭവിക്കണം. അവന്റെ പഴങ്കഞ്ഞിക്കട മാത്രമല്ല, അവന്റെ ജീവിതം ഇന്നത്തോടെ ഞാൻ കെട്ടിപ്പൂട്ടി സീല് വയ്ക്കും. അമ്മ രാവിലെ അമ്പലത്തിൽ പോയാ? അമ്പലത്തില് ഞാനൊരു നെയ്വിളക്ക് നേർന്നിട്ടുണ്ടായിരുന്നു. ഹലോ, നിങ്ങൾ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? അവിടെ നടക്കുന്നതെല്ലാം അപ്പോ എന്നെ അറിയിക്കണം. ശരി. ആഹാ, സച്ചേട്ടൻ ഇന്ന് നേരത്തെ എത്തിയോ? ആ. പിള്ളേര് റെഡിയാവുന്നേ ഉള്ളൂ. ഓ അല്ല, മോൻ രാവിലെ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല, പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് കുമാരേട്ടന്റെ കടയിൽ നിന്ന് കഴിക്കാം. ആഹാ, എന്നാ പിന്നെ നിനക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോയിക്കൂടെ? ഇവിടുന്നൊന്നും കഴിക്കില്ലെന്ന് സച്ചേട്ടൻ പ്രതിജ്ഞ ചെയ്തല്ലേ? എടാ, എന്തായാലും കുഞ്ഞുങ്ങളെ റെഡിയായിട്ട് വരാൻ സമയാവും. അമ്മയല്ലേ പറയുന്നത്? അത് നീ വന്ന് കഴിച്ചിട്ട് പോ. അമ്മേ. സ്നേഹേ, അവനുള്ള ഭക്ഷണം എടുത്തു വയ്ക്കേ. അയ്യോ അമ്മേ, അത് വേണ്ടമ്മേ. ആ. ഞാൻ സ്ഥിരമായിട്ട് കുമാരേട്ടന്റെ കടയിൽ നിന്ന് കഴിക്കുന്നേ. ഇവിടെ ഈ കട തുടങ്ങിയതിനു ശേഷം മോൻ ഇതുവരെ ഇവിടുന്ന് കഴിച്ചിട്ടില്ലല്ലോ. എന്തായാലും ഇന്ന് ഇവിടുന്ന് കഴിച്ചേ പറ്റൂ. അമ്മയുടെ ഒരു ആഗ്രഹമല്ലേ, വേണ്ടെന്ന് പറയരുത്. എന്നാ പിന്നെ വേറെ ദിവസം ആവട്ടെ. ആ, അതൊന്നും പറഞ്ഞാ പറ്റില്ല. മോൻ കഴിച്ചേ പറ്റൂ. മോൻ അങ്ങോട്ട് ചെല്ലേ, അമ്മ ഈ സാരിയൊക്കെ മാറിയിട്ട് വരാം. ചെല്ലേ.
കമലെടുത്തിയേ ആ. പഴങ്കഞ്ഞി എടുത്തോ. ആ ശരി. ഇവിടെ സ്ഥിരം കഴിക്കുന്നവരാ